പ്രാർത്ഥിക്കുന്നു. അടുത്ത ഒരു ഇപ്പം 8:24 9 മണിയുള്ള സമയം പ്രിയ കർത്താവിദാസനെ എടുക്കും. ഞാൻ അതിനുവേണ്ടി കർത്താവിദാസനെ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സന്ധ്യാസമയത്ത് നമുക്ക് ഒന്നിച്ച് ഡി ഓഫ് ഹ്യൂമൻ മിനിസ്ട്രിയുടെ ഈ പ്രയർ ലൈനിൽ കടന്നു വരുവാനും ദൈവവചന ശുശ്രൂഷിപ്പാനും കർത്താവിരിക്കുക മനോഹരമായ അവസരത്തെ ഓർത്ത് ഞാൻ ആദ്യമായി ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന അഭിഷക്തന്മാരായ ഇതിന് ലീഡർഷിപ്പ് കൊടുക്കുന്ന ദൈവദാസന്മാരെ മാസ്റ്റർ എം ജെ എബ്രഹാം, അദ്ദേഹത്തെ വ്യക്തിപരമായി ഞാൻ പരിചയപ്പെട്ടിട്ടില്ലെങ്കിലും ഞാൻ ഈ ശുശ്രൂഷയിൽ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ഇങ്ങനെയൊക്കെ കേൾക്കാറുണ്ട്. ആ ദേവദാസനെ, അതുപോലെ തന്നെ ഡോക്ടർ സാം, മേഴ്സി ചാക്കോ, ഇവരൊക്കെ എന്നെ ഈ മിനിസ്ട്രിയിൽ ഈ പ്രയറിലേക്ക് കടന്നു വരിക പലപ്പോഴും എൻകറേജ് ചെയ്യുന്നവരാണ്. ഞാൻ പല പ്രോഗ്രാം ഉണ്ടെങ്കിലും ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കഴിയുന്നിടത്തോളം ഈ പ്രോഗ്രാമിൽ പ്രവേശിക്കാറുണ്ട്. ഇത് അനേകർക്ക് അനുഗ്രഹമാണ്, എനിക്ക് അനുഗ്രഹമാണ്. നമുക്കൊന്നിച്ച് ഈ രാത്രിയിൽ അല്പസമയം ദൈവവചന ധ്യാനത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഒരു വേദഭാഗം വായിക്കാം. സംഖ്യാപുസ്തകം 13-ാം അധ്യായം, അതിന് 30-31 വാക്യങ്ങളിലെ 2 വേടുകളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ ഒരു ഭാഗത്ത് 30-ാമത്തെ വാക്യത്തിന്റെ എൻഡിൽ പറയുന്നു, ജയിപ്പാൻ നമുക്ക് കഴിയും. 31-ാം വാക്യത്തിൽ പറയാണ്, ആ ജനത്തിന് നേരെ ചെല്ലുവാൻ നമുക്ക് കഴിയുകയില്ല. 2 സ്റ്റേറ്റ്മെന്റുകൾ. ഞങ്ങളുടെ കർത്താവേ, നന്ദിയോടെ സ്തോത്രം. പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട വചനം പരിശുദ്ധാത്മാവിന്റെ ശക്തിയോട് ഈ രാത്രി ഞങ്ങൾക്ക് വിഭാഗിച്ച് നൽകണമേ. ഞങ്ങളുടെ സ്വന്തം ആഗ്രഹത്തിന് വേണ്ടിയോ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടിയല്ല, ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ട് ഇടപെടണമേ. ഞങ്ങളെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. നിങ്ങൾക്ക് ഈ സംഖ്യാപുസ്തകം 13, 14 അധ്യായങ്ങള് ദൈവമക്കളായി ഇന്ന് ഈ പ്രയർ ലൈനിൽ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ എല്ലാവരും വിശ്വാസികളാണെന്ന് എനിക്കറിയാം. നല്ല പരിചിതമായ ഒരു വേദഭാഗമാണ് നമ്മൾ വായിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല പോലെ അറിയാവുന്ന ഒരു വേദഭാഗം. നമ്മൾ ഈ 13-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് വായിക്കുമ്പോൾ യഹോവ പിന്നെയും മോശയോട് അരുളിച്ചെയ്തത്, ഇസ്രായേൽ മക്കൾക്ക് ഞാൻ കൊടുപ്പാനിരിക്കുന്ന കനാൻ ദേശം ഉറ്റു നോക്കേണ്ടതിന് ആളുകളെ അയക്കുക. അതത് ഗോത്രത്തിൽ നിന്ന് ഓരോ ആളെ വീതം അവരെല്ലാവരും പ്രഭുക്കന്മാരായിരിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചാലും മനസ്സിലാക്കാൻ കഴിയുന്നത് 12 ഗോത്രങ്ങള്, 12 ഗോത്രങ്ങളിൽ നിന്നും ഓരോ ആളുകളെ അയക്കണം. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, അവരെല്ലാം പ്രഭുക്കന്മാരായിരിക്കണം. എന്ന് പറഞ്ഞാൽ സാധാരണക്കാരല്ല, മാനുഷികമായിട്ടുള്ള അവര് പ്രഭുക്കന്മാരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ അതിനെക്കുറിച്ച് 12 ഗോത്രത്തില് 2 ഗോത്രങ്ങളാണ് പ്രത്യേകപടി എടുത്ത് എനിക്ക് ഓർപ്പിക്കാൻ കഴിയുന്ന. എബ്രഹിം ഗോത്രത്തില് നൂന്റെ മകനായ ഹോശയ, പിന്നെ വേറൊരു വ്യക്തി എന്ന് പറയുന്നത് നമുക്കറിയാം, ഹോശയ എന്ന് പറഞ്ഞാൽ യോശുവ. യഹൂദ ഗോത്രത്തിൽ യെഫുന്നയുടെ മകനായ കാലേബ്. അതൊന്നും എന്റെ വിഷയമല്ല. ഇങ്ങനെ 2 പേര്. മറ്റ് ഗോത്രങ്ങളിൽ നിന്ന് 10 പേര്, അങ്ങനെ ടോട്ടൽ 12 പേര്. ഈ 12 പേര് ഒന്നിച്ച് ദേശം ഉറ്റുനോക്കുവാൻ മോശയെ അയച്ചു. അവിടെ നമ്മൾ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു, 10 പേര് വന്നിട്ട് ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് ആണ് അവർക്ക് പറയാൻ കഴിയുന്നത്, ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ വെട്ടിക്കിളികളെ പോലെ തോന്നിച്ചു. അപ്പൊ അവര് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ ആദ്യം ഓർപ്പിച്ചത്, ഞങ്ങൾക്ക് കഴിയുകയില്ല, നമുക്ക് കഴിയുകയില്ല. എന്നാൽ വേറെ 2 പേര് പറയുകയാണ്, നമുക്ക് കഴിയും. നമുക്ക് ഇന്ന് രാത്രി ഓർപ്പിക്കാനുള്ളത്, പെസിമിസ്റ്റ് ആൻഡ് ഓപ്റ്റിമിസ്റ്റ് എന്ന് പറയുന്ന 2 വേടുകളുണ്ട്. ഈ പെസിമിസ്റ്റ് എന്ന് പറയുന്ന വ്യക്തികള്, ഹല്ലേലൂയ, ദേ ആർ നെഗറ്റീവിസ്റ്റ് ആണ്. അവർക്ക് എപ്പോഴും കഴിയത്തില്ല, നടക്കത്തില്ല, ഇത് മെനക്കേടാണ് എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ ചെയ്യുന്ന ഒരു കൂട്ടരെയാണ് നമുക്ക് ഈ മെജോറിറ്റിയെ കാണുവാൻ കഴിയുന്നത്. 10 പേര് പെസിമിസ്റ്റുകളാണ്. എന്നാൽ അത് 2 പേര് ദേവർ ഓപ്റ്റിമിസ്റ്റ് ആണ്. ഹല്ലേലൂയ. അപ്പൊ ഗോഡ് സെൻഡ് മോസസ് ടു സെൻഡ് സ്പൈസ്. ചാരന്മാരെ അയക്കുവാനായിട്ട് ദൈവമാണ് മോശയോട് പറഞ്ഞത്. അപ്പം ദൈവം ഇസ്രായേൽ മക്കളോട് പറഞ്ഞിരിക്കുന്ന ചില വാഗ്ദത്തങ്ങളുണ്ട്. ഗോഡ് വാണ്ട്സ് ഇസ്രായേൽ ടു നോ ഹിസ് പ്രഷ്യസ് പ്രോമിസസ് ആർ റിയൽ ആൻഡ് ദ ലാൻഡ് ഈസ് റിച്ച് ആൻഡ് ബ്ലെസ്സഡ്
അവര് ദേശം കൈവശമാക്കുവാൻ പോകേണ്ടുന്ന ദേശം, ദാറ്റ് ഈസ് എ ബ്ലസ്സഡ് നേഷൻ, ദാറ്റ് ഈസ് എ റിച്ച് നേഷൻ. അത് ദൈവം വാഗ്ദത്തം ചെയ്തതാ. ദൈവം വാഗ്ദത്തം ചെയ്ത വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തില്, എന്നാൽ മെജോറിറ്റി വിൽ സേ യു വിൽ നോട്ട് ഗെറ്റ് ഇറ്റ്, നിനക്കത് കിട്ടത്തില്ല എന്ന് മെജോറിറ്റി പറയുമ്പോൾ ദർശനം ലഭിച്ച 2 പേർക്ക് പറയാൻ കഴിയും, യെസ് വി ക്യാൻ ഡു ഇറ്റ്. അപ്പം 10 came back with a negative remarks. 10 പേര് കടന്നു വന്നിട്ട് നെഗറ്റീവ് റിമാർക്സ് പറയും. അവർക്ക് പറയാൻ കഴിയുന്ന, അവർക്ക് കണ്ണുനീരിൻ്റെതും പരാജയത്തിന്റെയും തോൽവിയുടെയും കാര്യങ്ങൾ പറയുവാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പം their negative remarks made people to rebel against God and God ordained leadership. നിങ്ങൾക്ക് 14-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, അപ്പോൾ സഭയൊക്കെയും ഉറക്കം നിലവിളിച്ചു, ജനം ആ രാത്രി മുഴുവനും കരഞ്ഞു, ഇസ്രായേൽ മക്കൾ എല്ലാവരും മോശയ്ക്ക് അഹരോനും വിരോധമായി പിറുപിറുത്തു. സഭയൊക്കെയും അവരോട് പിറുപിറുക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് കടന്നു വരികയാണ്. അപ്പോഴ് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ 10 പേരുടെ നെഗറ്റീവ് റിമാർക്സ് കൊണ്ട്, അവരുടെ ആ പെസിമിസ്റ്റ് ആ ചിന്താഗതി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു, ജനം, their negative remarks made the people to rebel against God and God ordained leadership. നിങ്ങൾ എവിടെയെങ്കിലും ശ്രദ്ധിച്ചാൽ, ദൈവമാക്കിയ അഭിഷക്തന്മാർക്കെതിരായിട്ട് ഏതെങ്കിലും ശക്തികൾ നിൽക്കുന്നുണ്ടെങ്കിൽ ഓർക്കണമേ, അവർ പെസിമിസ്റ്റുകളാണ്. ഓപ്റ്റിമിസ്റ്റുകളായിട്ടുള്ളവരെ, അല്ലെങ്കിൽ ശുഭാപ്ത വിശ്വാസമുള്ളവർ പറയുകയാണ് ഞങ്ങൾക്ക് കഴിയും. എന്നാൽ ബാക്കി 10 പേര് പറയുന്നു ഞങ്ങൾക്ക് കഴിയുകയില്ല, നമ്മൾ തോൽക്കും. എന്നിട്ട് അതിൻ്റെ അകത്ത് തന്നെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ വെട്ടിക്കിളികളെ പോലെ തോന്നി എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കൊണ്ടൊന്നും നടക്കത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ രാത്രി നമുക്ക് ഓർക്കാൻ കഴിയേണ്ട ഒരു വിഷയം, നമ്മളുടെ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം അനുസരിച്ചല്ല ദൈവം പ്രവർത്തിക്കുന്ന. ദൈവത്തിന്റെ പ്രവൃത്തിയുടെ ശക്തി വളരെ വലുതാകിയാൽ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ വാഴ്ത്തുകയും ചെയ്യുന്നു. ഈ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള മനുഷ്യർ, ഹല്ലേലൂയ, അവർക്ക് സാധ്യതകൾ കാണുവാനായിട്ട് കഴിയത്തില്ല. ദേ നെവർ സീ ദ പോസിബിലിറ്റി. അവർക്കൊരു പോസിബിലിറ്റി മുൻപിൽ കാണുവാൻ കഴിയത്തില്ല. ദേ ആർ നെഗറ്റീവ്ലി തിങ്കിങ് ഓൾവേസ്. അവരെപ്പോഴും നെഗറ്റീവിസം മാത്രമേ അവരുടെ വായിൽ കടന്നു വരികയുള്ളൂ. ഈ രാത്രി ദൈവമക്കളെ ഓർപ്പിക്കാനുള്ളത്, നമ്മൾ പരാജിതരുടെ കൂട്ടത്തിലല്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവത്തിന്റെ ദാസൻ ബ്രദർ നോബൽ പാട്ടുപാടിയപ്പോൾ അദ്ദേഹം ആദ്യം പാടിയ പാട്ടിന്റെ അകത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, യേശു ആരിലും വലിയവൻ. ആ ഒരു കാഴ്ചപ്പാട് കണ്ട ദൈവത്തിന് ജീവിതത്തിൽ ഒന്നിനെ ഭയപ്പെടാതെ മുൻപോട്ട് പോകാനായിട്ട് സാധിക്കും. ദൈവമക്കൾ ഓർക്കണമേ, നമ്മുടെ തലമേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. വലിയവനായ വളരെ കരുത്തുള്ള ശൗൽ രാജാവേ, നീ ഭയപ്പെട്ടു നിൽക്കുന്ന ഇടത്ത്, ഹല്ലേലൂയ, മറ്റ് ജ്യേഷ്ഠന്മാർ ഭയപ്പെട്ടു നിൽക്കുന്ന ഇടത്ത് ഒരു ബാലകൻ, ഒരു ആട്ടിടയനായിരുന്ന ബാലകൻ, അവൻ കടന്നു ചെന്നിട്ട് അവന്, ഹല്ലേലൂയ, ഭയമില്ലാതെ, മറ്റ് മെജോറിറ്റി 99% are saying negative things, 99% പേരും പരാജയത്തിന്റെ ശബ്ദം ഉയർത്തുമ്പോൾ ഒരുവൻ ചെന്നിട്ട് പറയുകയാണ്, നീ നിന്ദിക്കുന്ന സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ കടന്നു വരുന്നു. കാരണം he got the anointing of the Holy Spirit. അവന്റെ തലമേൽ അഭിഷേക തൈലമുണ്ട്. ദൈവം ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, ലോകം നമ്മളെ എന്ത് പറഞ്ഞുകൊള്ളട്ടെ, ലോകം എന്തും വിധി എഴുതിക്കൊള്ളട്ടെ, മെജോറിറ്റി ഈസ് സേയിങ് നെഗറ്റീവ് തിങ്സ് അബൌട്ട് യു. നിങ്ങളെ കുറിച്ച് നെഗറ്റീവായി ലോകം പറഞ്ഞുകൊള്ളട്ടെ, സാരമില്ല. 2 പേർക്ക് പറയാൻ കഴിയും, ഞങ്ങൾക്ക് കഴിയും. ഹല്ലേലൂയ. ഞങ്ങളുടെ കർത്താവിന്റെ ശക്തി ഓർത്തി രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ വാഴ്ത്തുകയും ചെയ്യുന്നു. നമുക്കറിയാം, ഹല്ലേലൂയ, ദൈവവചനത്തിൽ നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു 300 പേര് കുടത്തിനകത്ത് ഒരു പന്തവുമായിട്ട് കടന്നു പോവുകയാണ്. 1,50,000 പേരോളം ഒരു സൈന്യത്തെ എതിരിടുവാൻ കേവലം 300 പേര് കടന്നു പോകുന്നു. എന്ന ദൈവം ഓർത്തുകൊള്ളണമേ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആലോചന പ്രകാരം കാര്യങ്ങൾ മുൻപോട്ട് വെച്ചാൽ പരാജയപ്പെടുത്താതെ വണ്ണം അങ്ങ്, ഹല്ലേലൂയ, ജയം തരുവാൻ എന്റെ കഥാവിശ്വസ്തൻ. ഹല്ലേലൂയ. ഒരു കൂട്ടര് പറയുന്നു സാധ്യതകൾ അവരുടെ മുൻപിൽ കാണുന്നില്ല, ഒരു കാര്യവും അവരുടെ മുമ്പിൽ പോസിറ്റീവായി കാണാൻ കഴിയുന്നില്ല. ഇന്ന് രാത്രി നമുക്ക് ദൈവസ്ഥിതി പറയാൻ കഴിയണം, ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ഞങ്ങളുടെ നോട്ടം, ഹല്ലേലൂയ, ആരിലും വലിയവരായ ഒരുവനിലാണ്. ദൈവമേ, ആരിലും വലിയവരായ ഒരേ നമുക്കുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ലോകം എന്ത് പറഞ്ഞുകൊള്ളട്ടെ, ഇവർ പരാജയപ്പെട്ടു പോകുമെന്ന് പറയുമ്പോഴും, ഹല്ലേലൂയ,
നമുക്ക് ജയം തരുവാൻ നമ്മുടെ കഥാവിശ്വസ്തൻ. നമ്മുടെ നാട്ടിൽ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, റോസാപ്പൂ മണക്കാൻ വളരെ നല്ലതാ. ഇത് ചിലര് പറയും നീ മണക്കുന്നത് സൂക്ഷിച്ചു വേണം, അതിനകത്ത് വല്ല ബീസ് വല്ല ഈ തേനീച്ച പോലെയുള്ള ഈച്ചകൾ അതിൻ്റെ അകത്ത് കാണും, അതിൽ മൂക്കിൽ പോയാൽ നീ ചത്തുപോകുമെന്ന്. ഹല്ലേലൂയ. ദൈവമേ, ഒരു കൂട്ടർ നെഗറ്റീവ് സൈഡ് പറയുമ്പോൾ മറുവശത്തുള്ള ഒരു മെജോറിറ്റി പറയുന്നു ഹല്ലേലൂയ, അത് ഒരു കൂട്ടർ പറയുന്നത് മണക്കുവാൻ വളരെ നല്ലതാണ്. ദൈവമേ, ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മുടെ കർത്താവ് വലിയവൻ, അവൻ നമുക്ക് വേണ്ടി അത്ഭുത പ്രവർത്തിക്കാൻ ശക്തനാണ്. ഹല്ലേലൂയ. മെജോറിറ്റി 10 പേര് പറയുകയാണ്, അവര് പറയുന്നു കഴിയത്തില്ല, നമ്മൾ പരാജിതരാണ്, ഞങ്ങളെ കൂടി കഴിയത്തില്ല, നമ്മൾ തോൽക്കും. അതിനകത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ദേശം വളരെ മനോഹരമാണ്, അവിടെ ഫലം വളരെ വലുതാ, പക്ഷെ ഞങ്ങൾക്ക് ആ ദേശത്തെ മനോഹരതയേക്കാൾ കൂടുതൽ കാണുവാൻ കഴിയുന്ന ശത്രുവിന്റെ ശക്തിയാ. ഈ രാത്രി ഓർപ്പിക്കട്ടെ, ദൈവമേ, നമ്മുടെ കണ്ണ് ആത്മീക കണ്ണായിരിക്കട്ടെ, ഒരു വിശുദ്ധന്റെ കണ്ണായിരിക്കട്ടെ, ഒരു അഭിഷക്തന്റെ കണ്ണായിരിക്കട്ടെ. നമ്മൾക്ക് നോക്കുമ്പോൾ ഞങ്ങളെ കൊണ്ട് കഴിയുമെന്ന് പറയുന്നു. ഒരു കൂട്ടരെ ഹല്ലേലൂയ പരാജിതന്റെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ അവർ പറയുകയാണ്, ഹല്ലേലൂയ, ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ വെട്ടിക്കിളിയെ പോലെ തോന്നിക്കുന്നു, ഞങ്ങൾ വെറും നിസ്സാരനായി തോന്നുന്നു. എന്നാൽ 10 പേര് 2 പേര് പറയുന്നു നമുക്ക് കഴിയും. ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ വാഴ്ചയും ചെയ്യുന്നു. ഹല്ലേലൂയ. ഇങ്ങനെ ഈ പെസിമിസ്റ്റ് ആയിട്ട് ഇങ്ങനെ നെഗറ്റീവ് കമന്റ്സ് പറയുന്ന ഒരുപാട് പേരെ നമുക്ക് ലോകത്തിൽ കാണുവാൻ കഴിയുന്നു. എന്നാൽ നിങ്ങളെ ഓർക്കണമേ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് എനിക്കറിയാമെന്ന് ഹല്ലേലൂയ നമുക്ക് ഇന്ന് രാത്രി ഒന്നിച്ച് ചേർന്ന് പറയുവാൻ കഴിയണം. അവനെന്റെ ഉപനിധിയാണ്, അവനെ കാപ്പാൻ ശക്തനാണ്, ശത്രുവിന്റെ കെണികളിൽ നിന്ന് വിടുവിക്കുവാൻ അവർ പ്രാപ്തനാണ്. ആ കാഴ്ചപ്പാടുള്ള ദൈവമക്കൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, നന്ദിയോടെ വാഴ്ത്തുന്നു. ഹല്ലേലൂയ. ഈ നെഗറ്റീവ് കമന്റ്സ് ഉള്ളവരുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ബട്ട് എന്നുള്ളൊരു വാക്ക്. ബട്ട് ഹല്ലേലൂയ. അവർ പറയുന്നു ദേശം വളരെ നല്ലതാണ്, they have always have a but. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രി നമുക്ക് പറയാൻ കഴിയണം, യെസ് ഹല്ലേലൂയ, നമ്മൾ ഈ ബട്ട് ഹല്ലേലൂയ ദേശം നല്ലതാ, പക്ഷെങ്കിൽ ആ പക്ഷങ്ങൾ എന്നുള്ള ചോദ്യം ഒരു ഭക്തന് ചേർന്നതല്ല. നമുക്കറിയാം നമ്മുടെ കർത്താവ് നമുക്ക് ജയം തരുവാൻ ശക്തനാണ്. ഹല്ലേലൂയ. അവര് തന്നെത്താൻ പറയാണ്, വി ആർ നോട്ട് ഏബിൾ, ദേ ആർ സ്ട്രോങ്. ഇവർ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, വി ആർ നോട്ട് ഏബിൾ ബട്ട് ദേ ആർ സ്ട്രോങ്. ഇതേപോലെ ഇന്ന് ആളുകളുടെ പെരുപ്പത്തിലല്ല. ഹല്ലേലൂയ. എത്ര പേര് നമ്മുടെ സൈഡിലുണ്ടെന്നുള്ളതല്ല. നിങ്ങൾക്ക് ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് നടക്കുന്ന വിഷയങ്ങൾ അറിയാം. ചെറിയ രാഷ്ട്രത്തിന് മുൻപിൽ മറ്റ് രാഷ്ട്രങ്ങൾ വിറയ്ക്കുവാൻ കാരണം ആളുകളുടെ പെരുപ്പത്തിലോ ആയുധ ബലത്തിലോ അല്ല, ഇതിന്റെ പിറകിലുള്ള ദൈവിക ശക്തിക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവിക ശക്തി ഹല്ലേലൂയ എവിടെയുണ്ടോ അവിടെ ജയമുണ്ട്. ഹല്ലേലൂയ. മെജോറിറ്റിക്ക് പറയാൻ കഴിയുന്നു, ലോകത്തിന് പറയാൻ കഴിയുന്നു, ഈ കൊച്ചി രാജ്യത്തെ പരാജയപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് വളരെ പ്രയാസം ഇല്ല, വളരെ ഈസിയാണെന്ന്. എന്നാൽ there is hallelujah God, hallelujah, they are saying yes we can conquer the world. ഈ ലോകത്തെ ഞങ്ങൾക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയും. ഒരു കൂട്ടർ പറയുന്നു നോ. ഹല്ലേലൂയ. അവരുടെ അടുത്തത് പറയുന്നു we saw giants. ഹല്ലേലൂയ. ഞങ്ങൾ അവിടെ മല്ലന്മാരെ കണ്ടു. അതേപോലെ ഹല്ലേലൂയ. ഈ 2 പേരോട് ചോദിച്ചാൽ നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾ കണ്ടു, ഞങ്ങൾ കണ്ടു, പക്ഷെ ഞങ്ങൾക്ക് അതിനേക്കാൾ വലിയവനെ കണ്ടേച്ചാ ഞങ്ങൾ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശൗൽ രാജാവേ, നീ ഒരു മല്ലനെ കണ്ടുകൊണ്ട് ഭയപ്പെട്ട് നിൽക്കുക, ഒരു മല്ലൻ നിന്റെ നേരെ വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുക. എന്നാൽ അപ്പുറത്ത് ഒരു ബാലകൻ പറയുകയാണ്, ഹല്ലേലൂയ, മല്ലനേക്കാൾ വലിയ ഒരുവന്റെ നാമത്തിലാണ് ഞാൻ കടന്നു വരുന്നത്. നീ നിന്ദിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ പരിശുദ്ധനായ യഹോവയുടെ നാമത്തിൽ ഞാൻ കടന്നു വരികയാണ്. നമ്മുടെ ജീവിതത്തിലെ ജയം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മല്ലനേക്കാൾ വലിയ ഒരുവൻ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഹല്ലേലൂയ. 10 പേര് പറയുകയാണ് we saw giants, ഞങ്ങൾ മല്ലന്മാരെ കണ്ടു. ഇന്ന് രാത്രി നമ്മുടെ മുൻപിൽ മല്ലന്മാരെ പോലെ തോന്നിക്കുന്നത് മുൻപിൽ നമ്മൾ ഓർക്കണമേ. നിങ്ങളുടെ കണ്ണുയരത്തിലേക്കൊന്ന് നോക്കിയേ. അതുകൊണ്ട് ആ സംഘടനക്കാരൻ പറയുന്നുണ്ട്, ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തും. ഹല്ലേലൂയ. ഞാൻ ചുറ്റുപാടുകളിലേക്ക് നോക്കിയ ജൈനസിനെ കാണും, ഞാൻ ചുറ്റുപാടുകളിലേക്ക് നോക്കിയ നെഗറ്റീവ് കമന്റ്സ് കാണും. ഈ ലോകത്തിൽ നിന്ന് രക്ഷപ്പെടത്തില്ലെന്ന് പറയുന്ന ശബ്ദം നമുക്ക് കേൾപ്പാൻ കഴിയും. ഇതിനകത്തൊന്നും എനിക്ക് വിടുതലില്ല എന്ന് പറയുന്ന ശബ്ദം കേൾപ്പാൻ കഴിയും. നിന്റെ ശുശ്രൂഷ അവസാനിച്ചെന്ന് പറയുന്ന ശബ്ദം കേൾപ്പാൻ കഴിയും. എന്നാൽ മറുവശത്ത് ഓർക്കണമേ, ഹല്ലേലൂയ, സംഘടനക്കാരോട് ചേർന്ന് പറയണം, ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എന്റെ സഹായം ആകാശത്തെ ഭൂമി ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ വലുപ്പത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഹല്ലേലൂയ.
ഈ നേസയേഴ്സിന് അല്ലെങ്കിൽ ഈ പെസിമിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഹല്ലേലൂയ, they doubt themselves, they doubt others, they doubt God. അവര് തന്നെത്താൻ അവർക്കൊരു ഉറപ്പില്ല, മറ്റുള്ളവരോട് അവർക്കൊരു ട്രസ്റ്റ് ഇല്ല, ദൈവത്തിൽ വിശ്വാസവുമില്ല. അവരായി പറയുന്നത്, ഞങ്ങൾ അവിടെ ജയൻസിനെ കണ്ടു, ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ കഴിയത്തില്ല, വി വിൽ ബി എ ഫെയിലിയർ, നമ്മൾ പരാജയപ്പെടുമെന്ന് അവർ പറയുമ്പോൾ, ഹല്ലേലൂയ, ഉയരത്തിലെ കർത്താവിനെ കണ്ട ദൈവിക ദർശനം പ്രാപിച്ച അഭിഷക്തനായ ഹല്ലേലൂയ യോശുവയ്ക്ക് കാലേബിന് പറയാൻ കഴിയുന്നത്, ഞങ്ങൾക്കതൊരു വിഷയമേ അല്ല, ഞങ്ങൾ അവനേക്കാൾ വലിയവനെ കണ്ടിരിക്കുന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ വാഴ്ത്തുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. They saw God who stood above the giant. ഈ മലന്റെ മുകളിലുള്ള ഒരുവനെ ഞങ്ങൾ കണ്ടു. ഈ വിശ്വാസം എന്ന് പറയുന്ന ഫെയ്ത്ത് ഈസ് നോട്ട് എ ഡിനയൽ ഓഫ് ദ റിയാലിറ്റി. ഉള്ള കാര്യം ഇല്ല എന്ന് പറയുന്നതല്ല വിശ്വാസം. ബട്ട് there is a higher law. ഹല്ലേലൂയ. ഫെയ്ത്ത്, നമ്മളോട് ഫെയ്ത്ത്, വിശ്വാസം എന്ന് പറയുന്നത് ഇല്ലാത്ത ഒരു കാര്യം അല്ല. വിശ്വാസം എന്ന് പറയുന്നത് ഡിനയൽ ഓഫ് റിയാലിറ്റി, ഒരു റിയാലിറ്റിയെ നമ്മൾ ഡിനൈ ചെയ്യുന്നതല്ല. എന്നാൽ there is a higher law. അതിനുപരിയായി ഒരു നിയമമുണ്ട്. നിങ്ങൾക്ക് ഞാൻ അത് മനസ്സിലാക്കാനായിട്ട് പെട്ടെന്ന് ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഈ സറഫാത്തിലെ വിധവയുടെ വീട്ടിലേക്ക് ദൈവം സറഫാത്തിലെ വിധവയുടെ വീട്ടിലേക്ക് ഏലിയാവിനെ അയക്കുകയാണ്. അപ്പം പ്രകൃതിയുടെ നിയമം അനുസരിച്ച് ആ സഹോദരി, she was preparing her last meal. അവൾ അവളുടെ ലാസ്റ്റ് മീൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അതിനുവേണ്ടി വിറക് ഇറക്കാൻ പോയതാണ്. അപ്പോഴാണ് ഈ പ്രവാചകൻ ചെന്ന് പറയുന്നത്, ഈ ദൈവത്തിന്റെ ദാസൻ ചെന്ന് പറയുക, എനിക്കൂടെ ഒരു അട ഉണ്ടാക്കിക്കൊണ്ട് വരണം, ഞാനും വിശന്ന. അപ്പൊ ഇങ്ങോട്ട് വിടുന്നതിന് മുമ്പേ പ്രവാചകനോട് ഒരു ശബ്ദമുണ്ടായി, നിന്നെ ഈ ക്ഷാമകാലം പോറ്റാൻ ഞാനൊരു വഴി ഒരുക്കിയിട്ടുണ്ടെന്ന്. പ്രകൃതിയുടെ നിയമം അനുസരിച്ച് ആ സഹോദരി ലാസ്റ്റ് മീല്, താനും തന്റെ കുഞ്ഞുങ്ങളുടെ കലത്തിലെ മാവ് തീർന്നു, ഓൾമോസ്റ്റ് എംറ്റിയാണ്, എണ്ണ തീർന്നു, ലാസ്റ്റ് ഒരു അട ഉണ്ടാക്കി കഴിച്ചിട്ട് ആ കുടുംബം അവസാനിക്കാനായിട്ട് പോകുകയാണ്. അപ്പൊ പ്രവാചകൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഞാൻ പറഞ്ഞതുപോലെ നീ ചെയ്യേ. എന്നിട്ട് അടുത്ത താഴോട്ട്, നിങ്ങൾക്കത് അറിയാമെന്നുള്ള ഞാൻ പറഞ്ഞു വേഗം പോകാം. താഴോട്ട് വരുമ്പോൾ കാണാൻ കഴിയുന്നു, കലത്തിലെ മാവ് കുറഞ്ഞില്ല, ഭരണിയിലെ എണ്ണ തീർന്നില്ല. ഇതേപോലെ പ്രകൃതിയുടെ നിയമം എന്താ പറയുന്നത്? വാട്ട് ദ ലോ ഓഫ് ദ സ്റ്റേറ്റ്, ഒരു സിറ്റുവേഷൻ, നമ്മുടെ ലോ, പ്രകൃതിയുടെ നിയമം എന്താ പറയുന്നത്? നിന്റെ കലത്തിൽ, നമ്മളെല്ലാവരും കലത്തിൽ മാവെടുക്കുന്നവരാണ്. മാവെടുക്കുന്ന തോറും അത് കുറഞ്ഞു വരും. എണ്ണ എടുക്കുന്ന തോറും അത് കുറഞ്ഞു വരും. അവരുടെ ലാസ്റ്റ് മീലാണെങ്കിൽ ഇതോടുകൂടെ തീരാൻ പോകുകയാണ്. പക്ഷെ പ്രകൃതി നിയമങ്ങൾക്ക് അപ്പുറമായി ഉപരിയായിട്ട് ഹല്ലേലൂയ ഒരു ഹയർ ലോ ഇവിടെ പ്രവർത്തിക്കുകയാണ്. ഒരു ഉന്നതത്തിൽ നിന്നുള്ള ഒരു നിയമം അവിടെ പ്രവർത്തിക്കുക. കലത്തിലെ മാവ് തീർന്നില്ല, ഭരണിയിലെ എണ്ണ വറ്റിയില്ല. നമ്മളിത് പ്രസംഗിക്കാൻ വളരെ എളുപ്പമാണ്. ഈ വിഷയമൊക്കെ ഇങ്ങോട്ട് പറഞ്ഞ് തീർന്നില്ല അത് പറയാൻ എളുപ്പമാണ്. പക്ഷെ ഓർക്കണമേ, അത് അനുഭവിക്കുന്ന ഒരു സഹോദരിയുടെ വാഗ്ദാനം, അവരുടെ കുഞ്ഞുമായിട്ട് ലാസ്റ്റ് മീൽ ഉണ്ടാക്കി മരിക്കാൻ പോകുന്ന ഒരു കുടുംബമാണ്. എന്നാൽ ഹല്ലേലൂയ, ആ കുടുംബത്തിന് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നത് പ്രകൃതി നിയമങ്ങൾക്കപ്പുറമായി. ഹല്ലേലൂയ, there is a law above the natural law. പ്രകൃതി നിയമങ്ങൾക്കപ്പുറമായി പ്രവർത്തിക്കുന്ന ഒരു ദൈവം. ഇന്ന് രാത്രി ദൈവവചനം കേൾക്കുന്ന ദൈവത്തിലെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ ഞാൻ ഓർപ്പിക്കട്ടെ, ലോകത്തിന്റെ നിയമം നമ്മോട് പറയും, ഇതിന് വിടുതലില്ല, നിന്റെ ഈ രോഗത്തിന് സൗഖ്യമില്ല എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കണമേ, ഹല്ലേലൂയ, I have a higher law. ഈ ലോകത്തിന്റെ നിയമത്തിനുപരിയായിട്ട് ഒരു നിയമത്തിന്റെ കീഴിലാണ് ഞാൻ ആയിരിക്കുന്നത്. ഹല്ലേലൂയ, സർവശക്തന്റെ നിഴലിൻ കീഴിലാണ് ഞാൻ പാർക്കുന്നത്. അത്യുന്നതന്റെ മറവിലാണ് ഞാൻ പാർക്കുന്നത്. എന്നെ തൊടുവാൻ ലോകത്തിൽ ഒരു ശക്തിക്ക് കഴിയുകയില്ല. ദൈവത്തിന്റെ കൃപയോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, നന്ദിയോടെ വാഴ്ത്തുന്നു. ഹല്ലേലൂയ, നാച്ചുറലി കലത്തിലെ മാവ് തീരണം. ഇന്ന് രാത്രി ദൈവമേ, നമ്മുടെ ജീവിതത്തിലെ ഏതെങ്കിലും വിഷയങ്ങളുടെ മുൻപിൽ വഴിമുട്ടി നിൽക്കുന്ന ആരെങ്കിലും വചനം കേൾക്കുന്നെങ്കിൽ ഓർത്തോളണമേ, ഹല്ലേലൂയ, ഒരു ഹയർ ലോ നിനക്ക് വേണ്ടിയുണ്ട്. ഹല്ലേലൂയ, പ്രകൃതി നിയമങ്ങൾക്കപ്പുറമായ ഒരു നിയമം നിനക്ക് വേണ്ടിയുണ്ട്. ആ നിയമം പറയാണ്, കാലത്തിലെ മാവ് തീരുകയില്ല, ഹല്ലേലൂയ, ഭരണിയിലെ എണ്ണ വറ്റിപ്പോകയില്ല. നിങ്ങളൊക്കെ പഠിച്ച വിദ്യാഭ്യാസമുള്ളവരാണ് ഇതിന്റെ അകത്ത് ഇരിക്കുന്ന അധികം പേര്. നിങ്ങൾക്ക്
ഏത് തിയറി അനുസരിച്ചാണ് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നത്? നമ്മള് ഹല്ലേലൂയ ഇതിന്ന് എടുത്താൽ തീരത്തില്ലെന്ന് ആരാ പറയുന്നത്? പക്ഷെ പ്രകൃതി പറയുന്നത് തീരുമെന്ന്. നമുക്ക് അക്കൗണ്ട് ബാങ്കിൽ നിന്ന് പൈസ വിഡ്രോ ചെയ്താൽ തീരത്തില്ല. ഇതുപോലെ തന്നെ നമ്മുടെ മാവ് തീർത്താൽ തീരും. എല്ലാ പ്രകൃതി നിയമത്തിനുപരിയായ ഒരു നിയമം നമ്മോട് പറയുകയാണ്, തീരത്തില്ല. ഹല്ലേലൂയ. ആ കുടുംബത്തിന് വേണ്ടി ദൈവം പ്രവർത്തിച്ചെങ്കിൽ ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ കടന്നു വന്ന ദൈവമേ, നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളുടെ നടുവിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിന്റെ കൃപയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ വാഴ്ചയും ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരുടെ they saw the people, hallelujah, അവർ കാണുവാൻ കഴിയാണ്. ഹല്ലേലൂയ. അവരുടെ ഡിസ്പ്ലഷർ, they are in depression. ഈ കടന്നു വന്ന 10 പേർക്കും നിരാശയുടെ ശബ്ദം മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ദൈവമേ, ഇന്ന് രാത്രി ഓർപ്പിക്കുമെന്ന് എനിക്ക് ഓർപ്പിക്കാൻ കഴിയുന്നത്, there is somebody, hallelujah, he is a problem solver. നമ്മുടെ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ കഴിയുന്ന ഒരുവൻ നമ്മുടെ മുൻപിലുണ്ട്. പ്രകൃതി നിയമങ്ങൾ നമ്മളോട് പറയും, ഇവരെ കണ്ടാൽ ജയൻസിനെ പോലെ ഇരിക്കുന്നു, ഞങ്ങൾക്ക് അവരുടെ മുൻപിൽ വെട്ടിക്കിളിയെ പോലെ. അത് റിയലായിട്ട് ഫാക്റ്റാ, കള്ളമല്ല അവർ പറയുന്നത്. ഞങ്ങൾക്ക് തന്നെ ഒരു പരാജിതരെ പോലെ ഞങ്ങൾക്ക് തോന്നി. പക്ഷെങ്കിൽ ഹല്ലേലൂയ, ദർശനം പ്രാപിച്ച നമുക്ക് കാലേബിനെ പോലെ വായിക്കുന്നുണ്ടല്ലോ. കാലേബോ അവൻ വേറൊരു സ്വഭാവമുള്ളവനായിരുന്നു. ഈ രാത്രി എനിക്ക് ദൈവസന്നിധിയിൽ ഓർപ്പിക്കാനുള്ളത്, പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ ഓർപ്പിക്കാനുള്ളത്, നമുക്ക് വേറൊരു സ്വഭാവം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. കാലേബിനെ പോലെ നമുക്ക് വേറൊരു സ്വഭാവം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. പ്രകൃതിയുടെ നിയമങ്ങൾക്കപ്പുറമായി ജയൻസിനെ കണ്ടുകൊണ്ട് ഭയപ്പെടുവാനായിട്ടല്ല, അതിനപ്പുറത്തായിട്ട് എനിക്ക് ജയം തരുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള ആ വിശ്വാസത്തോടുകൂടെ നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് ഇടയായി തീരണം. ഹല്ലേലൂയ. എ പ്രോബ്ലം സോൾവർ ഈസ് വിത്ത് us. ഇന്ന് രാത്രി ഓർക്കണമേ, നമ്മുടെ പ്രശ്നം സോൾവ് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രോബ്ലം സോൾവർ ആണ് നമ്മുടെ കൂടെയുള്ളത്. ഹല്ലേലൂയ. നമുക്കറിയാം, യാക്കോബ് അവന്റെ യേശാവിനെ ഉപായത്താൽ അവന്റെ അനുഗ്രഹം പ്രാപിച്ച ആ വിഷയം എന്റെ വിഷയമല്ല. അവിടുന്ന് കടന്നുപോയി രാത്രിയിൽ ഒരു ഹല്ലേലൂയ കല്ലെടുത്ത് തലയണയായി കിടത്ത് വെച്ചിട്ട് അവർ രാത്രി വളരെ നിരാശയോടെ കിടന്നുറങ്ങുകയാണ്. സന്ധ്യയ്ക്ക് ഹല്ലേലൂയ ഒരു വശത്ത് നിങ്ങൾക്കറിയാം, ഇവന് പോകുന്ന യാത്രയിൽ 12 നിന്ന് ഹരാനിലേക്കുള്ള യാത്രയാണ്. 470 മൈൽ യാത്രയുണ്ട്. ആദ്യത്തെ 1-ാമത്തെ ദിവസം രാത്രി ഏകദേശം 40 മൈൽ നടന്നു. ഹല്ലേലൂയ. അന്ന് രാത്രി ഒരു കല്ലെടുത്ത് തലേണയായിട്ട് വെച്ചിട്ട് കിടന്നുറങ്ങി. വളരെ ഭയം. ഒരു വശത്ത് ഹൃദയത്തിനകത്തൊരു ഭയമുണ്ട്. എന്റെ സഹോദരനും സൈന്യവും ആൾക്കാരും എന്റെ പുറകെ വന്ന് കൊന്നുകളയാൻ സാധ്യതയുണ്ട്. ഇതൊരു നിർജ്ജന പ്രദേശമാണ്, മരുഭൂമിയാണ്. ഹല്ലേലൂയ. ദൈവമേ, എന്നാൽ ഓർത്തുകൊള്ളണവൻ രാത്രി ഭയത്തോടെ കിടന്നുറങ്ങി. നേരം വെളുത്തപ്പോൾ അവൻ പറയുക, അവന്റെ സ്റ്റേറ്റ്മെന്റിനെ ദൈവം മാറ്റിക്കൊടുത്തു. യാക്കോബ് നേരം വെളുത്തപ്പോൾ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഹല്ലേലൂയ. ഇവിടെ ഇത് ദൈവം വസിക്കുന്ന ഒരു ഇടം, ഇവിടെ യഹോവയുണ്ട്, ഇവിടെ എന്റെ എന്റെ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. അതേപോലെ ഇന്ന് രാത്രി കിടന്നുറങ്ങിയത് ഒരു ഭയത്തോടെയാണെങ്കിൽ നേരം വെളുത്തപ്പോൾ അവൻ പറയുകയാണ്, എനിക്ക് എന്റെ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്നലെ രാത്രി കാണുവാൻ കഴിഞ്ഞു. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് എത്തുന്ന ഒരു ഗോവേണി. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. ദൈവമേ, ഇന്ന് രാത്രി നമ്മൾ ഭയപ്പെടുന്ന വിഷയങ്ങളുടെ നടുവിൽ ഓർത്തുകൊള്ളണമേ. രാത്രി ഇതിന്റെ സന്ധ്യയിൽ നീ ഒരു ഭയത്തോടെ കിടന്നുറങ്ങിയാൽ നേരം വെളുക്കുമ്പോൾ നിന്റെ സ്റ്റേറ്റ്മെന്റിനെ മാറ്റി എഴുതിപ്പിക്കുവാൻ എന്റെ കഥാവിശ്വസ്തനാണ്. ഇപ്പോൾ യാക്കോബ് പറയാണ്, ഹല്ലേലൂയ, ദൈവവാസമായിട്ട് ഇവിടെ ഉണ്ട്, ഞാനോ അറിഞ്ഞില്ല. ഹല്ലേലൂയ. നമ്മുടെ സ്റ്റേറ്റ്മെന്റുകളെ, നമ്മുടെ കമന്റ്സിനെ മാറ്റിയെടുക്കുവാൻ നമ്മുടെ കഥാവിശ്വസ്തനാണ്. ദൈവത്തെ രാവിലെ ഞാൻ സ്തുതിക്കുകയും വാഴ്ചയും ചെയ്യുന്നു. നമ്മുടെ സിറ്റുവേഷൻ മുഴുവനും ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രോബ്ലം സോൾവിങ് ആ ഒരു കഥാവാകിയാൽ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് വേറൊരു വിഷയത്തിലേക്ക് കടന്നുപോയാൽ നിങ്ങൾക്കറിയാവുന്ന ഒരു വിഷയം, അതുകൊണ്ട് ഞാൻ വേഗം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുക. കാനാവിലെ കല്യാണത്തെ ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ ആർ സെയിങ്, വീട്ടുകാരൻ പറയുന്നു, വിരുന്ന് വാഴി പറയുന്നു, ഇവിടെ ഞങ്ങൾക്ക് ഇനിയുമില്ല, അടുത്ത ഡ്രിങ്ക്സ് നിങ്ങൾക്ക് തരുവാനില്ല, എവറിങ് ഈസ് എംപ്റ്റി നൗ. ഹല്ലേലൂയ. എന്നാൽ ഒരുവൻ പറയുന്നു, ഹല്ലേലൂയ, മറിയയ്ക്കറിയാം യേശു ആരാണെന്ന് അവർക്കറിയാമെന്നോട് അവൻ പറയുകയാണ്, അവൻ പറയുന്നത് പോലെ ചെയ്യുവീൻ. ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ ഞാൻ ഓർപ്പിക്കട്ടെ, അവൻ പറയുന്നത് പോലെ ചെയ്താൽ he is the problem solver.
ആ കുടുംബത്തിന്റെ പ്രശ്നത്തിന് അവൻ പരിഹാരം വരുത്തി. അല്ലെങ്കിൽ പ്രകൃതി നിയമം പറയുന്നു, അവിടെ കൂടി വന്നവർ പറയുന്നു, വീട്ടുകാർ പറയുന്നു, ഇവിടെ ഞങ്ങൾ ശൂന്യതയിലാണ്, ഞങ്ങളെ കൂടി ഇനിയും ഞങ്ങൾക്ക് അടുത്ത മീല്, നിങ്ങൾക്ക് അടുത്ത ഡ്രിങ്ക്സ് നിങ്ങൾക്ക് തരുവാനില്ല, തീർന്നു 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 എന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ മറുവശത്ത് ഹല്ലേലൂയ മറിയയ്ക്ക് ഒന്ന് പറയാൻ കഴിയും, അവൻ വല്ലത് പറഞ്ഞാൽ അതുപോലെ ചെയ്യുവീൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവവചനത്തിന്റെ ശക്തിയോടെ ഞാൻ ഓർപ്പിക്കട്ടെ, അവൻ വല്ലത് പറഞ്ഞാൽ അതുപോലെ ചെയ്യുവീൻ. അങ്ങനെ ചെയ്താൽ നിന്നെ ദേശത്തെ മാനിപ്പാൻ എന്റെ കഥാവിശ്വസ്തൻ, മറ്റുള്ളവരുടെ മുൻപിൽ നിന്നെ ഉയർത്തെടുക്കുവാൻ എന്റെ കഥാവിശ്വസ്തനാകാൻ ദൈവത്തെ വാഴ്ത്തുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. ഈ വിശ്വാസം ഇല്ലാത്തവർക്ക്, പെസിമിസ്റ്റ് ആയിട്ടുള്ളവർക്ക്, ഹല്ലേലൂയ, അവർക്ക് ഹല്ലേലൂയ, they have always questions. Hallelujah. People who will not believe dwell in wilderness of questions and always anxiety in the result. കാരണം അവർക്ക് എപ്പോഴും ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. അവർ മരുഭൂമിയിലാണ് വസിക്കുന്നത്. അവർക്കൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്റെ ദൈവത്താൽ ഇത് കഴിയുമെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇതേപോലെ ഹല്ലേലൂയ, ഞാനൊരു കാര്യം ഓർപ്പിക്കാം. ഇവിടെ ഇരിക്കുന്ന പലരെയും എനിക്ക് എല്ലാവരെയും പേഴ്സണലി അറിയത്തില്ല. ദൈവദാസന്മാരുടെ തലമുറകൾ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. ഞാനൊരു ദൈവദാസന്റെ മകനാണ്. ഹല്ലേലൂയ. ഞങ്ങൾ സുവിശേഷത്തിന് വേണ്ടി എന്റെ പിതാവ് ഇറങ്ങുമ്പോൾ ഒന്നും കാണാതെയാണ് ഇറങ്ങിയത്. ഹല്ലേലൂയ. എന്തെടുത്ത് കഴിക്കും, എന്ത് ഉടുക്കുമെന്നൊന്നും അറിയാൻ വയ്യാതെ ഇറങ്ങിത്തിരിച്ചു. പക്ഷെ ഒരു ശബ്ദം അവർ കേട്ടു. ഹല്ലേലൂയ. എന്നെ സേവിക്കാൻ പരിശുദ്ധാത്മാവിനെ വിളിച്ചു വേർതിരിച്ചപ്പോൾ ഇടത്തോട്ടും വലത്തോട്ടും നോക്കിയില്ല. മക്കള് പട്ടിണിയാവുമോ, അവർക്ക് വസ്ത്രം കാണുമോ, ഇതൊന്നും നോക്കാതെ അവരിറങ്ങി. ഹല്ലേലൂയ. അവര് ഒരു ദിവസം പോലും പട്ടിണിക്കിടാൻ എന്റെ ദൈവം സമ്മതിച്ചില്ല. ദൈവത്തിന്റെ വിശ്വസ്തത എത്ര വലുതാണെന്ന് ദൈവമക്കൾ ഇന്ന് രാത്രി ഓർക്കണമേ. ദൈവത്തെ വാസ്തവമായിട്ട് സ്നേഹിക്കുന്ന ദൈവം അതിനെ പട്ടിണി ഇടുവാനായിട്ട് ഇടാൻ അനുവദിക്കുന്ന ദൈവമല്ല. ഹല്ലേലൂയ. വിശ്വസിക്കാൻ കഴിയാത്ത അവർക്ക് ചോദ്യങ്ങൾ, ഒരു കൂട്ടർക്ക് ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് പോയാൽ ഹല്ലേലൂയ ഇവരെന്തുകൊണ്ട് ചെലവ് കഴിയുമെന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് മുൻപിൽ ഹല്ലേലൂയ ആകാശത്തിലെ പറവകളെ നോക്കുവീൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല. അവിടെ ആവശ്യങ്ങൾ നിറവേറ്റുവാനല്ലേ കർത്താവ് ശക്തനായിരുന്നെങ്കിൽ ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും വിഷയങ്ങളുടെ നടുവിൽ നമുക്ക് പ്രയാസങ്ങളുണ്ടെങ്കിൽ, ശൂന്യതകൾ ഓർക്കണമേ. ഹല്ലേലൂയ. ആകാശത്തെ പറവകളെ പുലർത്തിയ കർത്താവ്, ഇസ്രായേൽ മക്കളെ 40 വർഷം മരുഭൂമിയിൽ പോഷിപ്പിച്ച കർത്താവ് നമ്മളെ പുലർത്തുവാൻ ശക്തനാണ്. അതുകൊണ്ട് whatever the others are saying, അവരെന്ത് പറഞ്ഞുകൊള്ളട്ടെ, അവർ ഫെയിലിയറിന്റെ ശബ്ദം മാത്രമേ അവർക്ക് പറയാനുള്ളൂ. അങ്ങനെയുള്ളവരുടെ ശബ്ദത്തിന്റെ വേർഡുകൾ ഇതൊക്കെയാണ്: ഫെയിലിയർ, വർത്ത്ലെസ്, ലോസ്, ഫിയർ, പ്രോബ്ലം, നോ ജോയ്, നോ ഷൗട്ട്. അവർക്ക് സന്തോഷിപ്പാൻ കഴിയുന്നില്ല, ഒന്നും കഴിയുന്നില്ല. പക്ഷേ രണ്ടുപേർക്ക് പറയാൻ കഴിയും, ഇല്ല, ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ കർത്താവ് ആരാണെന്ന്. ആ കർത്താവിന്റെ സ്നേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, നന്ദിയോടെ വാഴ്ചയും ചെയ്യുന്നു. അവർ രണ്ടുപേരും പബ്ലിക്കിന്റെ ഒപ്പീനിയൻ അനുസരിച്ച് പോകുവാൻ തയ്യാറല്ല. നിങ്ങൾ ശ്രദ്ധിക്കണമേ, ഈ 12 പേരിൽ 2 പേരൊഴിച്ച് ബാക്കി ഹല്ലേലൂയ ഈ 2 പേര് പബ്ലിക്കിന്റെ ഒപ്പീനിയൻ അനുസരിച്ച് പോകാൻ തയ്യാറല്ല. ഹല്ലേലൂയ. They have the courage to believe. അവർക്ക് വിശ്വസിക്കാനുള്ള കഴിവുണ്ട്. എന്റെ ദൈവത്താൽ, ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന്, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് ഞങ്ങളെ വിടുവിക്കാൻ കഴിയും. And are prepared to take a giant in the name of Jesus. ശത്രുവിനെ യേശുവിന്റെ നാമത്തിൽ ജയിച്ചെടുക്കുവാൻ അവർക്ക് കഴിവുണ്ട്. ആ ശക്തി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ വാഴ്ചയും ചെയ്യുന്നു. ഹല്ലേലൂയ. എന്നാൽ ഈ പോസിറ്റീവ് തിങ്കേഴ്സ് ആയിട്ടുള്ള 2 പേർക്ക് അവർക്ക് പറയാൻ കഴിയുന്നത് let us go. മറ്റൊരു പറയുന്നത് no, we don't need to go, don't go. എന്നാൽ 2 പേര് പറയാണ് let us go. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയുണ്ട്: without fear, faith, it is impossible to please him. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആർക്കും കഴിയുകയില്ല. ദൈവത്തിൽ വല്ലത് പ്രാപിക്കണമെങ്കിൽ we should have that strong faith. മെജോറിറ്റി എന്ന് പറഞ്ഞിട്ട് മെജോറിറ്റിയുടെ ശബ്ദത്തെ നമ്മൾ വാക്കുകൊടുക്കാതെ വേണം. ദൈവത്തിന്റെ ശബ്ദത്തിന് വാക്കുകൊടുക്കണം. we cannot be a naysayer. നമ്മളൊരു പരാജിതത്തിന്റെ ശബ്ദമല്ല പറയേണ്ടത്. ഹല്ലേലൂയ. without faith it is impossible, but with faith it is possible. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ അവരുടെ ഹല്ലേലൂയ അധരങ്ങളിൽ നിന്ന് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ
ഹൃദയത്തിൽ നിന്ന് ജയത്തിന്റെ ശബ്ദങ്ങള് ദൈവമേ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ. നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെടേണ്ടത് പരാജയത്തിന്റെ ശബ്ദമല്ല, ജയത്തിന്റെ ശബ്ദം എപ്പോഴും നമ്മൾ മുഴക്കുന്നവരായിരിക്കണം. ജയത്തിന്റെ ശബ്ദം നമ്മുടെ വായിൽ നിന്ന് എപ്പോഴും പുറപ്പെടുവിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. വേദപുസ്തകത്തിൽ ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ ഓർക്കണമേ, only 2 names among the 12 are remembered. 2 പേര് മാത്രമേ ഓർക്കുന്നുള്ളൂ. ഇന്ന് രാത്രി ഞാൻ ഓർക്കുന്ന ഇവിടെ ഇരിക്കുന്ന പല ദൈവദാസന്മാരോട് ചോദിച്ചാൽ ഈ 2 പേരെ കുറിച്ച് നിങ്ങൾ ഒരുപാട് പ്രസംഗിച്ചിട്ടുണ്ട്. ബാക്കി 10 പേരും ദേശത്തെ പ്രഭുക്കന്മാരായിരുന്നു. പക്ഷെ അവരെ കുറിച്ച് ആരും പ്രസംഗിക്കുന്നില്ല. ഹല്ലേലൂയ. എന്താ കാര്യം? ദൈവമേ, നിന്നെ ലോകത്തിന് മുൻപിൽ ഉയർത്തിയെടുത്തത് എന്റെ ദൈവത്തിന്റെ കൃപയാ. നിന്റെ വിശ്വാസത്തിന്റെ തീഷ്ണത കൊണ്ടാണ് നിന്നെ ഉയർത്തിയെടുത്ത് ഇന്ന് ഭക്തന്മാർ ഭൂമിയുടെ അറ്റത്തോളം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. യോശുവയും കാലേബും ബാക്കി 10 പേരെന്തി അവരവരുടെ കുടുംബത്തിലെ വലിയ പ്രഭുക്കന്മാരാ, കുറഞ്ഞവരൊന്നുമല്ല. ഒരു സാധാരണക്കാരെ പിടിച്ചാക്കിയതായിരുന്നെങ്കിൽ നമുക്ക് പറയാം അവർ അത്ര ഇമ്പോർട്ടന്റ് അല്ലായിരുന്നു കൊണ്ടാണെന്ന്. അല്ല, അവർ ഏറ്റവും മിടുക്കന്മാരും ഭക്തന്മാരുമായിരുന്നു. പക്ഷെങ്കിൽ അവരുടെ വിശ്വാസം വളരെ പരാജിതമായ വിശ്വാസമായിരുന്നു. അവർക്ക് വിശ്വാസമില്ലായിരുന്നു. എന്നാൽ ഇന്ന് ലോകം മുഴുവൻ ഭക്തന്മാരായ ദൈവദാസന്മാർ, അഭിഷക്തന്മാർ ഘോഷിക്കുന്നത് ഈ 2 പേരെയാണ്. കാരണം വിശ്വാസത്തിന് വേണ്ടി നിന്ന ദൈവദാസന്മാരെ ദൈവം മാനിക്കുന്ന ദൈവമാകിയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ വാഴ്ത്തുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വാഗ്ദത്തം എത്ര വലുതാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു കൂട്ടര് ഹല്ലേലൂയ ബിലീവ് ആൻഡ് അച്ചീവ്സ്. Hallelujah. Believers, they will win. വിശ്വസിക്കുന്ന വിശ്വാസികളെ ജീവിതത്തിൽ പലതും പ്രാപിച്ചെടുക്കും. ഹല്ലേലൂയ. ലോകം അത് അറിയുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, നന്ദിയോടെ വാഴ്ത്തുന്നു. Only 2 names among the 12 are remembered. Others faded into defeated line. പരാജയത്തിന്റെ വക്കിലേക്ക് അവർ പോയി. 10 പേര് പരാജിതരായി പിന്മാറിപ്പോയി. എന്നാൽ 2 പേര് ഇന്നും ഹല്ലേലൂയ നിലനിൽക്കുന്നു. ഹല്ലേലൂയ. 2 men crossed over. They saw walls of Jericho falls. They walked with God. ഈ 2 പേര് യോശുവയും കാലേബും അവർ മുൻപോട്ട് പോകുമ്പോൾ ജെറിഹോവിന്റെ മതിലുകൾ വീഴുന്നത് കാണുവാൻ കഴിയുന്നു. മറ്റ് 2 പേര് 10 പേരും അവരെ കുറിച്ച് ഒന്നും പിന്നെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല. ഹല്ലേലൂയ. നമുക്കറിയാം ദാവീദിനെ കുറിച്ച് ഞാൻ ഓർപ്പിച്ചു. ദാവീദ് ഹല്ലേലൂയ, ഹി വാസ് എ ജയന്റ് കില്ലർ. അവൻ വലിയ ഒരു മലനെ കൊന്നവനാണ്. അതുകൊണ്ട് നമ്മൾ ഓർക്കണമേ, ഈ ദാവീദിനെ കുറിച്ച് പ്രസംഗിക്കാത്ത ഒരൊറ്റ രാത്രി ഒറ്റ സഭായോഗം പോലുമില്ല. എല്ലാ സഭായോഗത്തിലും ദാവീദിനെ കുറിച്ച് ഒരു വാക്കെങ്കിലും നമ്മൾ പറയാറുണ്ട്. കാരണം ഹല്ലേലൂയ, ദാവീദ് ഒരു അഭിഷക്തനായിരുന്നു. അവന്റെ ജീവിതത്തിൽ പരാജയങ്ങൾ പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അവൻ പിന്നത്തേതിൽ ഹല്ലേലൂയ ദൈവസന്നിധി അനുദപിച്ചിട്ട് ഹല്ലേലൂയ അവനറിയാം എന്റെ തലമേൽ പകർന്നിരിക്കുന്ന ഒരു അഭിഷേകത്തിന്റെ ശക്തിയുടെ മഹത്വം. ഇന്ന് രാത്രി നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ മഹത്വം നമുക്ക് മനസ്സിലാക്കണമേ. ഹല്ലേലൂയ. അവർക്ക് ഈ 2 പേർക്കും കിട്ടിയ മഹത്വം എന്ന് പറയുന്നത് they received from God and God ordered them. ദൈവം അവരെ മാനിച്ചത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, നന്ദിയോടെ വാഴ്ത്തുന്നു. അപ്പൊ ഇന്ന് രാത്രി നമ്മൾ ചെയ്യാനുള്ളത് believe it and claim it. Hallelujah. And receive it. വിശ്വസിക്കുക, ക്ലെയിം ചെയ്യുക, പ്രാപിച്ചെടുക്കുക. All things are possible. എന്റെ ദൈവത്തിലെല്ലാം all things are possible നമ്മൾ പാടാറുണ്ട്. ഇന്ന് രാത്രി നമുക്ക് ഏത് വിഷയമായിക്കൊള്ളട്ടെ, ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കേണ്ട സമയം അതുകൊണ്ട് നിർത്തുകയാണ്. ഏത് വിഷയമായിക്കൊള്ളട്ടെ, പരാജയത്തിന്റെ ശബ്ദങ്ങൾ മറ്റുള്ളവർ മെജോറിറ്റി പറയുമ്പോഴും 2 പേരോട് ചേർന്ന് നമുക്ക് പറയാൻ കഴിയും all things are possible. Hallelujah. God has in his store for me. He will not leave us begging bread. Hallelujah. അവൻ നമ്മളെ പരാജയപ്പെടുത്തത്തില്ല, അപ്പം ഇരക്കുവാൻ നമ്മളെ സമ്മതിക്കത്തില്ല. നാം കർത്താവിൽ പറഞ്ഞ് ജീവിച്ചാൽ നമ്മെ കർത്താവ് ജയത്തോടെ നടത്തുവാനായിട്ട് വിശ്വസ്തനാണ്. Hallelujah. God is calling to kill some of the giants in your life. നമ്മുടെ ജീവിതത്തിലുള്ള ചില ജയൻസിനെ കൊല്ലാനാണ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. അതിനെ കണ്ടുകൊണ്ട് പരാജയപ്പെടാനല്ല. ഞാൻ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. അതേപോലെ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശക്തികളെ, ശത്രുവിന്റെ ശക്തികളെ കണ്ടുകൊണ്ട് പരാജയപ്പെടുവാനല്ല, അതിനപ്പുറത്തായിട്ട് അതിലെ ശക്തികളെ ഹല്ലേലൂയ കൊന്നിട്ട് ജയാളികളായി തീരുവാനാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. We have to stand today with David in faith
and the giant will be fall down. ജയന്റ് മലനായ ഗോലിയാത്ത് പരാജയപ്പെടും. 10 പേര് പരാജയപ്പെട്ടെടുത്ത് നമുക്ക് ജയം തരുവാൻ എൻ്റെ കർത്താവ് വിശ്വസ്തൻ. ഈ രാത്രി നമ്മുടെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് വിശ്വസ്തൻ. നമ്മൾ ആദ്യം പാടിയ പാട്ടിന്റെ അവ ഓർക്കണമേ, യേശു ആരിലും ഉന്നതൻ. നിന്റെ വിഷയങ്ങളുടെ മേൽ അവൻ ഉന്നതനാണ്, ആരിലും ഉന്നതനാണ്, ഏത് ജയന്റിനേക്കാൾ ഉന്നതനാണ്. ഹല്ലേലൂയ. അവനിൽ ആശ്രയിക്കാം. നമ്മൾ ഈ 10 പേരോട് ചേർന്ന് നിൽക്കാതെ വേണം 2 പേരോട് ചേർന്ന് നമുക്ക് പറയാൻ കഴിയും, ഞങ്ങൾക്ക് കഴിയും. 10 പേര് പറയുന്നത് നമ്മളെ കൊണ്ട് കഴിയുകയില്ല. ഞങ്ങൾക്ക് അവരുടെ മുൻപിൽ, ശത്രുവിന്റെ മുൻപിൽ ഞങ്ങൾ വെട്ടിക്കിളിയെ പോലെ ഞങ്ങൾക്ക് തോന്നി. എന്നാൽ 2 പേരും പറയുന്നത് ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയില്ല, ഞങ്ങൾക്ക് കഴിയും. ഇന്ന് രാത്രി നമുക്ക് കഴിയുമെന്നുള്ള ആ ഒരു ആഹ്വാനത്തോടുകൂടെ നമ്മുടെ പ്രശ്നങ്ങളുടെ നടുവിൽ നമുക്ക് ജയം ലഭിക്കുമെന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് കടന്നു പോകാം. ദൈവമായ കർത്താവ് ഈ വചനത്താൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.